വെടിക്കെട്ടിലുള്ള അശ്വന്തികൊക്കെ ഈ പറഞ്ഞ പോലെ ഈ മാധവനെ പറഞ്ഞ പോലെ എന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞ ആളാണ്. ഞാൻ ആ റിവ്യൂ പോലും ഞാൻ മര്യാദക്ക് കണ്ടിട്ടില്ല. എന്നോട് എല്ലാരും പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ശരി എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചെന്താന്ന് അറിയാമോ, ഞാൻ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമൊക്കെ ആയി. ഇത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് അതല്ല. ഞാനെപ്പോഴും വിചാരിക്കുന്ന 3 Idiots'ൽ ആമിർ ഖാൻ പറഞ്ഞൊരു വാക്കാണ്, കാബിൽ ബനോ എന്ന് പറയും ഹിന്ദിയിൽ. അതായത് നമ്മള് ഗുഡ് ക്വാളിറ്റി ഉള്ളവരാവുക, സക്സസ് നമ്മളിലേക്ക് വരും, നമ്മൾ സക്സസിന്റെ പുറകെ ഓടണ്ട. അതാ 3 Idiots'ന്റെ ലാസ്റ്റ് പറയുന്ന ക്ലൈമാക്സ്. ഇവരാരുമല്ല നമ്മളെ സൃഷ്ടിച്ചതും, ഇവരുടെ നിരൂപണം കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെട്ടതും, ഇവരല്ല നമ്മളെ വിമർശിച്ചിട്ട് നമ്മൾ നശിഞ്ഞു പോകുന്നതും. അവര് വിമർശിച്ചാൽ നശിഞ്ഞും പോവില്ല, അവര് നന്നാന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാവുകയില്ല. അവരവരവരുടെ ജോലി ചെയ്യുന്നു, ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. നമ്മുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യുക, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഏരിയയിലേക്ക് പോകാതിരിക്കുക. അല്ല, വെടിക്കെട്ട് ഭയങ്കരമായിട്ട് ബാധിച്ചില്ലേ? ഓഫ് കോഴ്സ്. എന്തുകൊണ്ടാണ് ഇപ്പൊ വെടിക്കെട്ട് എന്നിട്ട് ഇപ്പൊ നല്ല എന്ന് പറയുന്നത്? അത് പറ. OTT-ല് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ കുറെ കട്ട്സും കാര്യങ്ങളൊക്കെ, പാട്ടുകള്. ഞങ്ങൾക്കും എനിക്ക് വിഷ്ണുവിനും തലയുർത്തി പിടിച്ചിട്ട് ഇപ്പോഴും സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ വെടിക്കേണ്ട ഡയറക്ടറാന്ന് പറയാൻ പറ്റുന്നില്ലേ? ഇല്ലെങ്കിൽ ഫ്ലോപ്പ് സിനിമ ആകുമ്പോൾ നമ്മൾ എന്ത് പറയും? നമ്മളത് മനഃപൂർവ്വം മിണ്ടാതിരിക്കും. ഇത് ഇപ്പോഴും നമ്മൾ പ്രൗഡായിട്ടല്ലേ പറയുന്നത് വെടിക്കെട്ടിനെ പറ്റി. കൂടലിന്റെ ഇപ്പൊ എല്ലാരും ട്രോൾ ചെയ്യുന്നില്ലേ? അത് ആ കോസ്റ്റ്യൂമിനെ ട്രോൾ ചെയ്യുന്ന. പടം ആരും കണ്ടിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ എന്തിനാണ് ഇവൻ ഈ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ സാഹിത്യം പറഞ്ഞതെന്നുള്ളതിന്റെ ഉത്തരം സെക്കൻഡ് ഹാഫിൽ ഉണ്ടല്ലോ. അതില് ശരിക്കും പറഞ്ഞ വില്ലൻ പരിപാടി ഭീകര പരിപാടിയാ.